വിക്കാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ +2 പരീക്ഷാഫലം നാളെ വരികയാണ്. നമുക്കറിയാം SLC പരീക്ഷയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഫുൾ A പ്ലസുകളുടെ എണ്ണത്തിൽ SLC പരീക്ഷയിൽ ഉണ്ടായ വലിയൊരു ഇടിവ് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ കണ്ടതാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖല അടിമുടി മാറ്റാൻ വേണ്ടി പോകുന്നു എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാഫലമാണ് പുറത്തു വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പ്രശ്നം അല്ലെങ്കിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും നേരിടുന്ന അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ വെല്ലുവിളി അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ റിസൾട്ടിൽ ഉണ്ടാകുന്ന വലിയൊരു ഇടിവാണ്. നമുക്കറിയാം കോവിഡിന് ശേഷം കോവിഡ് സമയത്ത് വലിയ വിജയ ശതമാനമൊക്കെ ഹയർ സെക്കൻഡറിയിലും SLCയിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിനുശേഷം ഓരോ ഘട്ടം കഴിയും തോറും വിജയ ശതമാനവും ഫുൾ A പ്ലസുകളുടെ എണ്ണവും കുത്തനെ കുറയ്ക്കുന്ന ഒരു നയമാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചത്. നമുക്കറിയാം കഴിഞ്ഞ വർഷത്തിന് അങ്ങേ തവണ 82% വിജയം +2 പരീക്ഷയിൽ 82%. എന്നാൽ കഴിഞ്ഞ തവണ അത് 78ലേക്ക് 4% കുറച്ച് 78 പേരിലേക്ക്, അതായത് 100 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയാൽ 78 പേർ മാത്രം വിജയിക്കുകയും 22 പേർ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ 78% മാത്രമായി നിൽക്കുന്നു. ഇത്തവണ അത് ഏത് സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളത് നമ്മൾ അറിയേണ്ടത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഫുൾ A പ്ലസുകളുടെ എണ്ണമാണ്. കഴിഞ്ഞ തവണ 39,000 കേവലം 39,000 വിദ്യാർത്ഥികൾ മാത്രമാണ് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയത്. ഇത്തവണ പരീക്ഷ വലിയ പ്രയാസമായിരുന്നു. +1 ഡബിൾ പാസ് വാങ്ങിക്കാത്ത വിദ്യാർത്ഥികൾ അതീവ ടെൻഷനിൽ തന്നെയാണ്. കാരണം കെമിസ്ട്രി അടക്കമുള്ള വിഷയങ്ങൾ, ഫിസിക്സ് അടക്കമുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥികളെ വലച്ചിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസിലേക്ക് വരുമ്പോൾ എക്കണോമിക്സും ഹിസ്റ്ററി വലിയ പ്രയാസമില്ലെങ്കിൽ പോലും എക്കണോമിക്സ് ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു വിദ്യാർത്ഥികൾക്ക്. അതോടൊപ്പം തന്നെ കൊമേഴ്സിൽ അക്കൗണ്ടൻസി അടക്കമുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥികളെ വലച്ചു. പൊളിറ്റിക്കൽ സയൻസും വിദ്യാർത്ഥികൾക്ക് വലിയ പ്രയാസമായി മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തവണ റിസൾട്ട് വരുമ്പോൾ അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരു വലിയ ആശങ്ക തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എങ്ങനെയാകും റിസൾട്ട് എന്നുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. +1 ഡബിൾ പാസ് മേടിച്ച വിദ്യാർത്ഥികൾ കൂളായിട്ട് തന്നെ ഇരിക്കുകയാണ്. അവർക്ക് ടെൻഷൻ ഒന്നുമില്ല, എന്തായാലും ജയിക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ഇനി ഡബിൾ പാസ് ഇല്ലാത്ത വിദ്യാർത്ഥികളാണ് ടെൻഷൻ അടിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫുൾ മാർക്ക് 520 +1 മേടിച്ച വിദ്യാർത്ഥികൾ അതിലും വലിയ ടെൻഷനിലാണ്. ഫുൾ A പ്ലസിലേക്ക് ഫുൾ മാർക്കിലേക്ക് എത്തുമോ എന്നുള്ളത്. എന്തായാലും അഭ്യൂഹങ്ങൾക്കും അല്ലെങ്കിൽ മറ്റ് സങ്കല്പങ്ങൾക്കും ഒക്കെ സ്വപ്നങ്ങൾക്കും ഒക്കെ ഇനി ഏകദേശം മണിക്കൂറുകളുടെ മാത്രം അവശേഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ മക്കൾമാർക്കും വിക്കാൻ വേണ്ടിയുടെ 1000 ആശംസകൾ. റിസൾട്ടിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ 3 മണിക്ക് ആരാധനായ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി റിസൾട്ട് പ്രഖ്യാപിക്കും. അതിനുശേഷം 4 മണിയോടുകൂടി സൈറ്റിൽ അപ്ലോഡായി തുടങ്ങും. നമുക്ക് കാത്തിരിക്കാം +2 റിസൾട്ടിനായി.